സാധാരണ ഈ ക്ഷേത്രങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണല്ലോ ഈ ഭജന. ഭജന എന്ന് പറഞ്ഞാൽ ആരും അങ്ങോട്ട് പോയില്ല. അതേസമയം അവിടെ ഒരു ഗാനമേള ഉണ്ടെങ്കിൽ എല്ലാവരും പോകും അല്ലേ. അപ്പൊ അങ്ങനെയുള്ള ഒരു സംവിധാനത്തിൽ നിന്ന് ഇത്രയും ആളുകളെ നിങ്ങൾ ഈ വേദിയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ വേദി എന്നല്ല, നിങ്ങൾ എവിടെയൊക്കെ ചെല്ലുന്നോ അവിടെയൊക്കെ ആളുകൾ, സംഗീത ആസ്വാദകർ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇനിയിപ്പോൾ ഇതിൽ കൂടുതലായിട്ട് എന്തൊക്കെയാ പരീക്ഷണങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്? ചിലപ്പോൾ സീക്രട്ട് ആയിരിക്കാം. അങ്ങനെ എന്തെങ്കിലും ട്രേഡ് സീക്രട്ട് വെളിപ്പെടുത്തണ്ട. ട്രേഡ് സീക്രട്ട് ഒന്നുമില്ല. നമ്മൾ ശരിക്കും പറഞ്ഞ പഴയ കാലത്തേക്ക് തിരിച്ചു പോയിരുന്നു. 13ാം സെഞ്ചുറിയിലും 12ാം സെഞ്ചുറിയിലും എഴുതിയ അഭംഗുകൾ ഇപ്പോഴും പാടുന്നുണ്ട്. അന്ന് ആ പാട്ടുകൾ പാടിക്കൊണ്ടിരുന്ന ഒരു സ്റ്റേജിലും അമ്പലത്തിനുള്ളിൽ മാത്രമായിരുന്നില്ല. അത് ആൾക്കാരുടെ വീട്ടിൽ ചെന്നത് നാമഭിക്ഷ, നാമത്തെ കൊടുക്കുന്നു, നാമത്തെ വാങ്ങുന്നു, അങ്ങനെയായിരുന്നു. അപ്പോൾ എല്ലാ വീടുകളിലും തെരുവുകളിലും പാടി നടന്നിട്ടായിരുന്നു നാമസങ്കീർത്തനത്തിന്റെ അല്ലെങ്കിൽ മ്യൂസിക് ഇന്ത്യ, നമ്മളിപ്പോൾ പറയുന്ന മ്യൂസിക് ഇന്ത്യ അത്രയും വർഷങ്ങൾക്ക് മുന്നേ ഭാരതത്തിലുണ്ടായിരുന്ന ഒരു സംഗീതത്തിന്റെ കൾച്ചർ. ആ ഒരു കൾച്ചറിനെ എല്ലാ വീണ്ടും ഞങ്ങൾ തിരിച്ചു